നമ്മുടെ മുഴുവൻ അസ്തിത്വത്തെ നിയന്ത്രിക്കുന്ന ഒരു സംഖ്യയുണ്ട്. അതിനെക്കുറിച്ച് നമ്മൾ ഒരിക്കലും ചിന്തിച്ചിട്ടുണ്ടാകില്ല. 1361 വാട്ട്സ് പെർ സ്ക്വയർ മീറ്റർ. ഇതിനെ സോളാർ കോൺസ്റ്റൻ്റ് എന്നാണ് പൊതുവെ വിളിക്കുന്നത്. ഭൂമിയുടെ അന്തരീക്ഷത്തിന് മുകളിൽ സൂര്യന് നേരെ അഭിമുഖമായി നിൽക്കുന്ന ഒരു ചതുരശ്ര മീറ്റർ സ്ഥലത്ത് വന്നിടിക്കുന്ന സൗരോർജത്തിൻ്റെ അളവാണിത്. അതിനർത്ഥം ഭൂമിയിലെ എല്ലാ ചതുരശ്ര മീറ്ററിലും 1361 വാട്ട്സ് ലഭിക്കുന്നു എന്നല്ല. ഭൂമി ഒരു ഗോളമാണ്, അത് കറങ്ങുന്നുണ്ട്. മാത്രമല്ല, നമ്മുടെ അന്തരീക്ഷം കുറച്ച് സൂര്യപ്രകാശത്തെ തിരിച്ചയക്കുകയും വലിച്ചെടുക്കുകയും ചെയ്യുന്നുണ്ട്. എങ്കിലും ഭൂമിയുടെ കാലാവസ്ഥാ വ്യവസ്ഥയിലേക്ക് പ്രവേശിക്കുന്ന എനർജിയെ ഡിഫൈൻ ചെയ്യുന്ന അളവുകോലിതാണ്. ഇന്ന് വരെ വളർന്നിട്ടുള്ള ഓരോ വിളയും, സമുദ്രത്തിലെ ഓരോ അടിയൊഴുക്കുകളും, ഓരോ കാലാവസ്ഥാ വ്യതിയാനങ്ങളും, ഓരോ കൾച്ചറുകളും നിലനിൽക്കുന്നത് ഈ ഒരൊറ്റ സംഖ്യയുടെ മുകളിലാണ്. (2026) ഇറങ്ങിയതിൽ നിങ്ങൾ ഓരോരുത്തരും കണ്ടിരിക്കാൻ സാധ്യതയുള്ളൊരു സയൻസ് ഫിക്ഷൻ സിനിമയാണ് പ്രോജക്റ്റ് ഹെയിൽ മേരി. ഈ പ്രോജക്റ്റ് ഹെയിൽ മേരി എന്ന് പറയുന്ന സിനിമയിൽ ചോദിക്കുന്ന ചോദ്യം ഇതാണ്: ഭൂമിയിലേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ സൂര്യനിൽ നിന്ന് പുറത്തു വരുന്ന എനർജിയുടെ അളവ് എന്തെങ്കിലുമൊക്കെ ചേർന്ന് കുറയ്ക്കുന്നു എന്ന് സങ്കല്പിക്കുക. ആ സിനിമയ്ക്ക് പിന്നിലുള്ള പ്രധാനപ്പെട്ട ശാസ്ത്രീയ ആശയവും ഇതുതന്നെയാണ്. അതിഭീമമായ അളവിൽ സോളാർ എനർജി വലിച്ചെടുക്കുകയും പെരുകുകയും പതിറ്റാണ്ടുകൾ കൊണ്ട് സൂര്യൻ്റെ പ്രകാശത്തെ പതുക്കെ കുറച്ചുകൊണ്ടുവരികയും ചെയ്യുന്ന, അല്ലെങ്കിൽ സങ്കല്പിക്കുകയും ചെയ്യുന്ന ഒരു സൂക്ഷ്മ ജീവിയെയാണ് ഈ സിനിമ അവതരിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ഏറ്റവും നല്ല വലിയ സയൻസ് ഫിക്ഷൻ സംഭവമായിട്ട് ഇത് മാറിയതിനുള്ള റീസണും അതിൻ്റെ ദൃശ്യവിസ്മയം മാത്രമല്ല, മറിച്ച് അതിൻ്റെ പ്രമേയം അത്രത്തോളം നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാനും കണക്ട് ചെയ്യാനും ഇമോഷണൽ വൈസ് നമുക്ക് കണ്ടിന്യൂ ചെയ്യാനും കഴിയുന്ന ഒന്നായതുകൊണ്ടാണ്. ആൻറ്റി വെയർ എന്ന നോവലിസ്റ്റ് ഇതൊരു പുസ്തകമാക്കിയതും അങ്ങനെ തന്നെയാണ്. സിനിമയാക്കിയപ്പോഴും അതിൻ്റെ ഘടനയ്ക്ക് വലിയ മാറ്റമൊന്നും പറ്റിയിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ഇന്നൊരു സാധാരണ സയൻസ് ഫിക്ഷൻ മൂവി റിവ്യൂവിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഹെയിൽ മേരിയെക്കുറിച്ച് സംസാരിക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, കുറച്ചധികം മാസങ്ങളായി ഈ സിനിമ ഇറങ്ങിയിട്ട്. ബട്ട് എല്ലാവരുമൊക്കെ കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം ആ സയൻസ് ഫിക്ഷൻ മൂവിയുടെ റിവ്യൂ ചെയ്യാമെന്ന് വെച്ചു. നമ്മൾ ഈ സിനിമയുടെ ഓരോ അവകാശവാദങ്ങളെയും എടുത്ത് പരിശോധിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. അതിലെ ഓരോ പ്രധാനപ്പെട്ട ശാസ്ത്രീയ ആശയങ്ങളും നമുക്ക് നോക്കണം. മരിച്ചുകൊണ്ടിരിക്കുന്ന സൂര്യൻ, നക്ഷത്രത്തെ തിന്നുന്ന സൂക്ഷ്മജീവി, ലക്ഷ്യസ്ഥാനമായിട്ടുള്ള നക്ഷത്രം, ബഹിരാകാശ വാഹനം, അന്യഗ്രഹ ജീവി എന്നിവയിൽ ഓരോന്നിനോടും നമ്മൾ ഈ ചോദ്യം ചോദിക്കും: ഇത് യാഥാർത്ഥ്യമാണോ, സാധ്യമാണോ, അല്ലെങ്കിൽ സിനിമയ്ക്കൊരു ഫിക്ഷൻ ലെവൽ കിട്ടുന്നതിന് വേണ്ടി ഫിസിക്സിന് ഉപയോഗപ്പെടുത്തിയതാണോ? ഉത്തരം നിങ്ങൾ കരുതുന്നതിനേക്കാൾ രസകരമാണ്. കാരണം ഈ സിനിമ പൂർണ്ണമായും ശരിയാണെന്ന് പറയാനാകില്ല. പക്ഷേ ചിലയിടങ്ങളിൽ ഇത് കൃത്യം തന്നെയാണ്, ചിലയിടങ്ങളിൽ ഊഹാപോഹമാണ്. നമുക്ക് കഥയിലേക്ക് വരാം. ഒരു മനുഷ്യൻ ഒരു ബഹിരാകാശ പേടകത്തിൽ ഉണരുകയാണ്. അയാൾക്ക് സ്വന്തം പേരപ്പോൾ ഓർമ്മയില്ല, താൻ എവിടെയാണെന്ന് അറിയില്ല. തൻ്റെ കൂടെയുള്ള മറ്റ് 2 യാത്രികർ അയാൾക്ക് സമീപം മരിച്ചു കിടക്കുന്നുണ്ട്. ആ ഒരു സ്പേസ് ഷിപ്പിലെ ഓട്ടോമാറ്റിക് സിസ്റ്റം പ്രവർത്തിക്കുന്നത് കൊണ്ട് മാത്രം അയാൾ ഇപ്പോഴും ശ്വസിച്ച് അവിടെ ജീവിച്ചിരിക്കുന്നു. അയാളുടെ പേരാണ് ഡോക്ടർ റൈലാൻഡ് ഗ്രേസ്. റയാൻ ഗോസ്ലിംഗ് എന്ന് പറയുന്ന നടനാണ് ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത്. സിനിമയിലുടനീളം അയാളുടെ ഓർമ്മകൾ ഇങ്ങനെ പതുക്കെ തിരികെ വരുന്നതായിട്ട് കാണിക്കുന്നുണ്ട്. അയാളൊരു മിഡിൽ സ്കൂൾ സയൻസ് ടീച്ചറായിരുന്നു. ഒരു ബഹിരാകാശ സഞ്ചാരിയോ മിഷൻ സ്പെഷ്യലിസ്റ്റോ ഒന്നും ആയിരുന്നില്ല. ഒരു സാധാരണ അധ്യാപകൻ. പെട്രോവ ലൈൻ, അതായത് സിനിമയിൽ പറയുന്നത് സൂര്യനെയും ശുക്രനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു ഇൻഫ്രാറെഡ് രശ്മിയാണ്. അതിനെക്കുറിച്ച് തൻ്റെ വിദ്യാർത്ഥികൾക്ക് വിശദീകരിച്ചു കൊടുത്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു അദ്ദേഹം. കഥയുടെ പ്ലോട്ടിൽ സൂര്യൻ്റെ പ്രകാശം മങ്ങുകയാണ്. അതിന് കാരണം സിനിമ ആസ്ട്രോഫേജ് എന്ന് വിളിക്കുന്ന പൂർണ്ണമായും സാങ്കല്പികമായിട്ടുള്ള ഒരു സൂക്ഷ്മജീവിയെ അവതരിപ്പിക്കുന്നതിലൂടെയാണ് പറയുന്നത്. ആധുനിക സയൻസ് ഫിക്ഷനിലെ ഏറ്റവും മികച്ച ആശയങ്ങളിൽ ഒന്നാണിത്. ശാസ്ത്രജ്ഞർ യഥാർത്ഥത്തിൽ അങ്ങനെ ഒന്ന് കണ്ടെത്തിയതുകൊണ്ടല്ല, മറിച്ച് അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വിശദീകരിക്കുന്ന നിയമങ്ങൾ സിനിമ വളരെ കൃത്യമായിട്ട് നിർമ്മിച്ചെടുത്തിട്ടുള്ളത് കൊണ്ടാണ് നമുക്ക് അവിടെ അതിനെ കൃത്യമായി പ്ലേസ് ചെയ്യാൻ പറ്റുന്നത്. മനുഷ്യരാശിയുടെ അവസാനത്തെ പ്രതീക്ഷയാണ് ഹെയിൽ മേരി എന്ന് പറയുന്ന പേടകം. ഈ പേടകം ഉപയോഗിച്ചുകൊണ്ട് ശുക്രനും സൂര്യനും ഇടയിൽ പെറ്റുപെരുകി കിടക്കുന്ന ഒരു ആസ്ട്രോഫേജിനെ നീക്കം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻ തപ്പിപ്പോകുന്നതാണ് ഇവിടുത്തെ കഥ. ഭൂമിയിൽ നിന്ന് ഏകദേശം 12 പ്രകാശവർഷം അകലെയുള്ള ടൗ സൈറ്റി എന്ന് പറയുന്ന ഒരു നക്ഷത്രമുണ്ട്. യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നക്ഷത്രമുണ്ട്. ആ നക്ഷത്രത്തിലേക്ക് യാത്ര ചെയ്യുന്നതാണ് സിനിമയുടെ പ്ലോട്ട്. അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ ടൗ സൈറ്റി മാത്രം നമ്മുടെ ഒബ്സർവബിൾ യൂണിവേഴ്സിൽ, അല്ലെങ്കിൽ അവരുടെ ഈ ഭൂമിക്ക് അടുത്ത് കിടക്കുന്ന മറ്റ് നക്ഷത്രങ്ങളെ നിരീക്ഷിക്കുമ്പോൾ എല്ലാ നക്ഷത്രങ്ങളെയും ഈ ആസ്ട്രോഫേജ് ബാധിക്കുന്നുണ്ട്.
പക്ഷേ ടൗസ് 80 മാത്രം അത് അറ്റാക്ക് ചെയ്യുന്നില്ല. മീൻസ് അവിടേക്ക് വരുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അന്തരീക്ഷത്തിലെ എന്തോ ഒരു സാധനം ഈ ആസ്ട്രോഫേജ് ഗ്രോ ചെയ്യുന്നത് തടയുകയും അതിൻ്റെ പ്രകാശം മാത്രം ഡിം ചെയ്യുകയും ചെയ്യുന്നില്ല. അതെന്താണെന്ന് പഠിക്കുക. അവിടെ എന്തെങ്കിലും സൊല്യൂഷൻ ഉണ്ടെങ്കിൽ അതൊരു പേടകത്തിലാക്കി ഭൂമിയിലേക്ക് അയക്കുക. ഈ ഷിപ്പ് മൊത്തം തിരിച്ചു വരണമെന്ന് നിർബന്ധമില്ല. അത് ആ പേടകം കളക്ട് ചെയ്യുന്ന സാമ്പിൾ മാത്രം ഒരു കുഞ്ഞൻ സാറ്റലൈറ്റ് പേടകം വെച്ച് തിരിച്ചു വന്നാലും മതി. ആസ്ട്രോഫേജ് ടൗസ് 80 ഉണ്ടെങ്കിലും നക്ഷത്രത്തിൻ്റെ പ്രകാശം മങ്ങുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെ ഒരു സൊല്യൂഷൻ ഉണ്ടല്ലോ. സോ സിനിമയെ മുഴുവനായി മാറ്റിമറിക്കുന്ന ഒരു ഡീറ്റെയിൽ ഇവിടെ വരുന്നുണ്ട്. ഗ്രേസ് സ്വയം ഈ ഒരു മിഷനിലേക്ക് വരുന്നില്ല എന്ന് കാണിക്കുന്നുണ്ട്. പ്രാഥമിക സംഘം ഒരു അപകടത്തിൽ മരിക്കുമ്പോൾ മിഷൻ ഡയറക്ടറായിട്ടുള്ള ഈവ സ്ട്രാറ്റ് അയാൾക്കൊരു മയക്കുമരുന്ന് നൽകി നിർബന്ധിച്ച് പേടകത്തിൽ കയറ്റി അയക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മുടെ നായകൻ സത്യത്തിൽ ഈ ഒരു ശ്രമത്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നുണ്ട്. കാരണം ഇതൊരു വൺ വേ ട്രിപ്പാണെന്നും തിരികെ വരാൻ കഴിയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മനുഷ്യരാശിയെ രക്ഷിക്കുന്നതിന് ഇങ്ങനെ ഒരു വ്യക്തിയുടെ സാന്നിധ്യം ആവശ്യമുണ്ട് എന്നുള്ള രീതിയിലാണ് നിർബന്ധിച്ച് ഇയാളെ മിഷന് വേണ്ടി അയക്കുന്നത്. അപ്പോൾ ഈ ടൗസ് 80ലേക്ക് പോകുന്ന വഴിക്ക് ഫോർട്ടി എറിഡാനി എന്ന മറ്റൊരു മരിക്കുന്ന നക്ഷത്രവ്യൂഹത്തിൽ നിന്നുള്ളൊരു പേടകം അയാൾ കണ്ടുമുട്ടുന്നുണ്ട്. നമ്മുടെ പേടകത്തിന് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ആ പോകുന്ന വഴിക്ക് തന്നെ മറ്റൊരു വിചിത്രമായിട്ടുള്ള ബ്രൗൺ കളറിലൊക്കെ ഉള്ള ഒരു പേടകത്തെയാണ് കാണുന്നത്. ഒരു പാറ പോലെ ഇരിക്കുന്ന 8 കാലിയുടെ രൂപമുള്ള അന്യഗ്രഹ ജീവികളാണ് ഈ പേടകത്തെ നയിക്കുന്നത്. ആ പേടകം നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ്ങിന് ബിയോണ്ടാണ്. നമ്മൾ വിചാരിക്കുന്ന പോലത്തെ മെറ്റൽസ് ആണോ സ്ട്രക്ചറോ ഒന്നുമല്ല അതിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്ന. മാത്രമല്ല അതിലൊരു അന്യഗ്രഹ ജീവിയായിട്ട് കണ്ടുമുട്ടുന്ന ഒരു 8 കാലിയെ പോലെ ഇരിക്കുന്ന ആ ഒരു സ്ട്രേഞ്ച് ഓർഗാനിസത്തെ റോക്കി എന്നാണ് കഥാപാത്രം പേരിട്ട് വിളിക്കുന്നത്. റോക്കിയുടെ ലോകവും ഇതേപോലെ വംശനാശ ഭീഷണി നേരിടുകയാണ്. അതായത് അവരുടെ നക്ഷത്രം മറ്റേതോ നക്ഷത്രമാണ്. അവിടെയും ഇതേപോലെ ആസ്ട്രോഫേജിൻ്റെ അറ്റാക്ക് കാരണം അവരുടെ നക്ഷത്രത്തിൽ നിന്ന് ഗ്രഹത്തിലേക്ക് സൂര്യപ്രകാശം വരുന്നില്ല. അപ്പോൾ അവരും ഒരു സ്പേസ് ഷിപ്പ് എടുത്തിട്ട് സൊല്യൂഷൻ കണ്ടെത്തി ടൗസ് 80ലേക്ക് വരികയാണ്. സോ ഇരുവർക്കും പരസ്പരം വിശ്വസിക്കാനും പരസ്പരം സഞ്ചരിക്കാനും ഒരു റീസൺ ഉണ്ടാകുന്നു. അങ്ങനെ ഇവർ പരസ്പരം കണക്റ്റഡ് ആകുന്നു. പക്ഷേ ഒരാളുടെ അന്തരീക്ഷം മറ്റൊരാൾക്ക് സ്യൂട്ടബിൾ അല്ലാത്തത് കൊണ്ട് പല രസകരമായിട്ടുള്ള സൊല്യൂഷൻസിലൂടെയാണ് ഇവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾ പോലെയല്ല ഈ ജീവിയുടെ ഇന്ദ്രിയങ്ങൾ. അതുകൊണ്ട് തന്നെ അവർ പുതിയ ഭാഷ രൂപപ്പെടുത്തുകയും സൗഹൃദമുണ്ടാക്കുകയും പരിഹാരം കണ്ടെത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അവസാനം ടൗസ് 80 എത്തുമ്പോൾ ഗ്രേസിന് ഉത്തരങ്ങൾ ലഭിക്കുന്നു. അതായത് അവർ രണ്ടും ചേർന്നുകൊണ്ട് ഒരു വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റിലൂടെ അതിൻ്റെ അന്തരീക്ഷത്തിൽ നിന്ന് ആസ്ട്രോഫേജിനെ ഇല്ലാതാക്കുന്ന പ്രത്യേകതരം ലൈവ് സാമ്പിൾസിനെ കളക്ട് ചെയ്യുന്നു. അങ്ങനെ അയാൾ നാട്ടിലേക്ക് മടങ്ങാനായിട്ട് ശ്രമിക്കുമ്പോൾ അയാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി റോക്കി സ്വന്തമായിട്ട് സൂയിസൈഡ് പോലൊരു അറ്റംപ്റ്റിലേക്ക് ശ്രമിക്കുന്നതായിട്ടും പിന്നീട് റോക്കിയെ രക്ഷിക്കുന്നതായിട്ടും രണ്ടുപേരെയും തിരിച്ചയക്കുമ്പോൾ റോക്കിയുടെ സ്പേസ് ഷിപ്പിന് പോകുന്ന വഴിക്ക് കംപ്ലൈൻറ്റ് ഉണ്ടാകുമെന്നും ഗ്രേസ് തിരിച്ചറിയുന്നു. അങ്ങനെ അയാൾ സ്വയം ഭൂമിയിലേക്ക് പോകാതെ ഭൂമിയിലേക്ക് സാമ്പിൾ അയക്കാൻ വേണ്ടി സജ്ജമാക്കിയ സാറ്റലൈറ്റ് സ്പേസ് ഷിപ്പ് മാത്രം അയച്ചതിന് ശേഷം ഗ്രേസ് തൻ്റെ സ്പേസ് ഷിപ്പ് ഉപയോഗിച്ചുകൊണ്ട് നേരെ റോക്കിയുടെ അടുത്തേക്ക് പോകുന്ന വഴിക്ക് റോക്കിയെ രക്ഷിക്കാനുള്ള സൊല്യൂഷനുമായിട്ട് ചെല്ലുന്നു. എന്നിട്ട് അവിടെ ചെന്ന് എറിഡിനെ രക്ഷപ്പെടുത്തുന്നു. സാമ്പിൾ ഭൂമിയിലെത്തി ഭൂമി രക്ഷപ്പെടുന്നു. പക്ഷേ ഗ്രേസ് നേരെ ഭൂമിയിലേക്ക് മടങ്ങാതെ സിനിമ അവസാനിക്കുമ്പോൾ എറിഡിയന്മാർക്കിടയിൽ ജീവിക്കാനായിട്ട് തീരുമാനിക്കുകയും ഗ്രേസിന് വേണ്ടി പ്രത്യേകം അവിടെ ഭൂമിക്ക് തുല്യമായിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ ആ ഗ്രഹത്തിൽ ഉണ്ടാക്കിയെടുക്കുകയും അവർ രണ്ടുപേരും ഈ പറയുന്ന ആ 8 കാലി ജീവിയും മനുഷ്യനും കടൽ തീരത്തുകൂടി നടന്നു നീങ്ങുന്നതായിട്ടാണ് സിനിമ കാണിക്കുന്നത്. അതിൻ്റെ അവസാനം അന്യഗ്രഹ ജീവികളായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഗ്രേസ് ക്ലാസ് എടുക്കുന്നു. റോക്കി അയാളോട് പറയുന്നുണ്ട്, താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് തിരികെ പോകാം, നിങ്ങളുടെ സ്പേസ് ഷിപ്പിനെ ഞങ്ങൾ റിപ്പയർ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതാണ് ഹെയിൽ മേരിയുടെ കഥ. പക്ഷേ ഈ കഥ നല്ല രസകരമായിട്ട് തോന്നാം, ചിലർക്ക് ഇത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നാം. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾ ഭയങ്കര ബോറിംഗ് ആയിട്ടാണ് സിനിമ പറഞ്ഞത്. പക്ഷേ എനിക്ക് ഇത് വളരെ ഇമോഷണലായിട്ട് കണക്റ്റായി. പിന്നെ സയൻറ്റിഫിക്കലി തോന്നി. ഇൻട്രസ്റ്റെല്ലാർ പോലെയൊന്നുമല്ല. പക്ഷേ ഇവിടെ ചില ചോദ്യങ്ങളുണ്ട്. അതാണ് ഈ വീഡിയോയുടെ കോർ. സിനിമയുടെ കഥ പറഞ്ഞു തരാൻ എല്ലാവർക്കും എളുപ്പമാണ്. ഒരു നക്ഷത്രത്തിൻ്റെ പ്രകാശം മങ്ങാൻ സാധിക്കുമോ? ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ളൊരു ചോദ്യമാണിത്. നമ്മളെ ഭയപ്പെടുത്താൻ മാത്രം സൂര്യനിൽ നിന്നുള്ള എനർജി യഥാർത്ഥത്തിൽ കുറയോ? സൂര്യൻ്റെ പ്രകാശം എപ്പോഴും ഒരുപോലെ സ്ഥിരമല്ല. അത് നമുക്ക് ചരിത്രപരമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. സാധാരണയായിട്ട് ഒരു 11 വർഷം നീളുന്ന സോളാർ സൈക്കിളിൽ സൂര്യനിലെ കാന്തിക പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാരണം അതിൻ്റെ എനർജിയുടെ 0.1% വ്യത്യാസം ഉണ്ടാവാറുണ്ട്. ഇതിനു പുറമെ 1642 1715 ഇടയിൽ സൺസ്പോട്ടുകൾ പൂർണ്ണമായിട്ടും ഇല്ലാണ്ടായ മോണ്ടർ മിനിമം എന്ന് വിളിക്കുന്ന ഒരു വളരെ പ്രശസ്തമായ ചരിത്ര കാലഘട്ടം ഉണ്ടായിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ട്. ലിറ്റിൽ ഐസേജിൻ്റെ ഏറ്റവും തണുപ്പേറിയ ഒരു കാലഘട്ടത്തിലാണ് ഇത് സംഭവിക്കുന്നത്. അതുമാത്രമല്ല, ആ കാലഘട്ടത്തിൽ അഗ്നിപർവ്വത സ്ഫോടനങ്ങൾ ഒരുപാട് നടന്നിട്ടുള്ളതായിട്ടും പഠനങ്ങളുണ്ട്. സോ സൂര്യൻ്റെ പ്രവർത്തനം കുറഞ്ഞതുകൊണ്ട് മാത്രമാണ് തണുപ്പുണ്ടായത് എന്ന് പറയാൻ കഴിയില്ലെങ്കിലും
ഈ ഒരു സാധ്യത നമ്മുടെ ചരിത്രത്തിൽ കാണാൻ കഴിയും. ഇതിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട പാഠം, സൗരോർജ്ജത്തിനുണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ പോലും ഭൂമിയുടെ കാലാവസ്ഥയെ സ്വാധീനിക്കും. ഓഫ് കോഴ്സ്. അതുകൊണ്ട് സോളാർ എനർജി കുറയുന്നു, അതുകൊണ്ട് കാലാവസ്ഥ തകരുന്നു എന്ന് പറയുന്ന ആർഗ്യുമെന്റിന് ഒരു ബേസ് ഉണ്ട്. പക്ഷേ കഥയിൽ എങ്ങനെയാണ് എനർജി ഉണ്ടാവുന്നത്? സൂര്യന് എനർജി ഉണ്ടാവുന്നത് ഹൈഡ്രജൻ ന്യൂക്ലിയസുകൾ ചേർന്ന് ഫ്യൂഷനിലൂടെ ഹീലിയമായി മാറുകയാണ്. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ മാസിൻ്റെ ചെറിയൊരു ഭാഗം ഐൻസ്റ്റീൻ്റെ E=mc² എന്ന് പറയുന്ന ഇക്വേഷനിലൂടെ നേരിട്ട് എനർജി ആയിട്ട് മാറുന്നുണ്ട്. ഇത് സൂര്യൻ്റെ ഉപരിതലത്തിലൂടെ സഞ്ചരിക്കുകയും ഒടുവിൽ സൂര്യപ്രകാശവും ചൂടുമായിട്ട് പുറത്തേക്ക് വരികയും ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ ഒരു സാന്നിധ്യം മനസ്സിലാകുന്നത്. ഇനി രണ്ടാമത്തെ സിനിമയിലെ ഒരു വിഷയം എന്ന് പറയുന്നത് ബഹിരാകാശത്തൊരു സൂക്ഷ്മജീവിക്ക് ജീവിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. ചില സൂക്ഷ്മജീവികൾക്ക് ബഹിരാകാശത്തെ ശൂന്യതയിലും കഠിനമായിട്ടുള്ള റേഡിയേഷനിലും അതിതീവ്രമായിട്ടുള്ള താപനിലയിലും പരീക്ഷണ സാഹചര്യങ്ങളിൽ കുറച്ച് സമയത്തേക്ക് അതിജീവിക്കാൻ കഴിയുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതുകൊണ്ട് മാത്രം ജീവൻ സാധാരണയായി നക്ഷത്രങ്ങൾക്കിടയിൽ സഞ്ചരിക്കുന്നുണ്ട് എന്ന് പറയുന്നതിൽ പ്രശ്നമുണ്ട്. ടാർഡിഗ്രേഡ് പോലെയുള്ള ജീവികളായാലും ചില പ്രത്യേകതരം ബാക്ടീരിയകളായാലും ഒക്കെ തന്നെ ഹൈ റേഡിയേഷനെ താങ്ങാൻ കഴിയും. പക്ഷെ ജീവന് ശൂന്യതയിലൂടെ സഞ്ചരിക്കാനും പെരുകാനും കഴിയുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഞാൻ ഇല്ല എന്ന് പറയുന്നില്ല, കാര്യം നമുക്കറിയില്ല ഭൂമിക്ക് പുറത്ത് ജീവൻ എങ്ങനെയാണ്, ഏലിയൻസ് ഒക്കെ എങ്ങനെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നത്, ജീവൻ ഭൂമിയിൽ മാത്രമുള്ളൊരു സ്പെസിഫിക് കോമ്പോസിഷൻ ആണോ, ഭൂമിക്ക് പുറത്ത് സിനിമയിൽ പറയുന്നത് പോലെ വിചിത്രമായ രീതിയിൽ ജീവൻ ഉണ്ടാകുമോ? അതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ല. നക്ഷത്രങ്ങൾക്കിടയിൽ ജീവന് സഞ്ചരിക്കാൻ കഴിയുമോ എന്ന ആശയത്തെ പാൻസ്പെർമിയ എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾ കേട്ടിട്ടില്ലേ? ഭൂമിയിൽ എങ്ങനെ ജീവനുണ്ടായി എന്ന ചോദ്യത്തിന് പറയുന്ന സിദ്ധാന്തങ്ങളിൽ ഒന്നായിട്ട്, ഒരു പരികല്പനയായിട്ട് പറയുന്ന ഒന്ന് പാൻസ്പെർമിയാണ്. വേറെ ഏതോ ഭാഗത്ത് നിന്ന് ഭൂമിയിലേക്ക് ജീവൻ വന്നു എന്നതിനെക്കുറിച്ച്. അപ്പോൾ അത്തരത്തിലുള്ള പല പരികല്പനകളുമുണ്ട്. ഇതിനെക്കുറിച്ച് സജീവമായ പഠനങ്ങൾ നടക്കുന്നുണ്ട്. നക്ഷത്രങ്ങൾക്കിടയിൽ ജീവൻ സ്വാഭാവികമായി സഞ്ചരിച്ചു എന്നതിന് നമ്മുടെ കയ്യിൽ എവിഡൻസ് ഒന്നുമില്ല. ഇനി സിനിമയുടെ ഏറ്റവും ശാസ്ത്രീയതയിൽ നിന്ന് വ്യതിചലിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ന്യൂക്ലിയർ റിയാക്ഷനുകളിൽ നിന്ന് പുറത്തു വരുന്ന എനർജിയോട് അടുത്ത് നിൽക്കുന്ന അത്രയും വലിയ എനർജിയാണ് സിനിമയിൽ ആസ്ട്രോഫേജ് സംഭരിച്ചു വച്ചിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥ ബയോളജിയിൽ കെമിക്കൽ ബോണ്ടിങ്ങുകൾ ഉപയോഗിച്ചാണ് എനർജി ഫോർമേഷൻ നടക്കുന്നത്. അതും ചെറിയ ചെറിയ കോമ്പൗണ്ടുകളുടെ കെമിക്കൽ റിയാക്ഷൻസ് വഴി ഉണ്ടാകുന്ന മൈന്യൂട്ട് എനർജിയാണ്. അപ്പോൾ ഇത്തരത്തിൽ ഓരോ കോശങ്ങൾക്കകത്ത് നടക്കുന്ന മൈന്യൂട്ട് എനർജി ഡിഫറൻസുകൾ കോടിക്കണക്കിന് കോശങ്ങൾ നടക്കുമ്പോഴാണ് നമുക്ക് ഈ കാണുന്ന ചൂടും മൂവ്മെൻറ്റുകളൊക്കെ സാധ്യമാകുന്നത്. അപ്പോൾ കെമിക്കൽ റിയാക്ഷനുകളേക്കാൾ ദശലക്ഷക്കണക്കിന് മടങ്ങ് എനർജിയാണ് ന്യൂക്ലിയർ റിയാക്ഷൻ പുറത്തുവിടുന്നത് എന്ന് നമുക്കറിയാം. നമുക്കറിയാവുന്ന ഒരു ജീവിക്കും ഇതിൻ്റെ അടുത്ത് എത്തുന്ന ഒരു എനർജി ഡെൻസിറ്റി, അതായത് അതിൻ്റെ കുറച്ച് ശരീരത്തിൽ ഒരുപാട് എനർജി സംഭരിച്ച് വയ്ക്കാനുള്ള ശേഷിയില്ല. ഇത് സിനിമയിലെ യഥാർത്ഥ ഫിസിക്സിൻ്റെ ഒരു വ്യതിയാനമായിട്ട് കാണാം. പക്ഷേ സിനിമയിൽ അത് വളരെ അത്യാവശ്യമാണ്. ഒന്ന്, ഈ ആസ്ട്രോഫേജാണ് സൂര്യൻ്റെ എനർജി വലിച്ചെടുത്ത് ഭൂമിയിലേക്കുള്ള എനർജി തടയുന്നത്. അതിനുള്ള ശേഷി ആ ജീവിക്ക് വേണം. ആ അബ്സോർബ് ചെയ്ത എനർജി എങ്ങോട്ട് പോയെന്നുള്ള ചോദ്യം വരും. അപ്പോൾ ആ ജീവി തന്നെ സ്റ്റോർ ചെയ്യുന്നു. രണ്ട്, ഇവർ ഇതേ ആസ്ട്രോഫേജിനെ മൾട്ടിപ്ലൈ ചെയ്തതിന് ശേഷമാണ് അവരുടെ സ്പേസ് ഷിപ്പിൻ്റെ പ്രൊപ്പൽഷനായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ പ്രൊപ്പൽഷന് വേണ്ടി ഒരു സാധനം വേണ്ടേ? സ്വാഭാവികമായിട്ടും അതിനെ തന്നെ പ്രൊപ്പൽഷനായിട്ട് ഉപയോഗിക്കുന്നു. അടുത്തത് ടൗ സെറ്റി എന്ന നക്ഷത്രമാണ്. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള സൂര്യനെ പോലെയുള്ള നക്ഷത്രങ്ങളിലൊന്നാണ് ടൗ സെറ്റി. എക്സോ പ്ലാനറ്റുകൾക്കായിട്ടുള്ള തിരച്ചിലിൽ കാലങ്ങളായി ശാസ്ത്രലോകം ഉറ്റുനോക്കുന്ന ഒരു ലക്ഷ്യസ്ഥാനം കൂടിയാണിത്. വർഷങ്ങളായിട്ട് അവിടെ നിരവധി ഗ്രഹങ്ങളെ കണ്ടെത്തിയതായിട്ട് റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. എങ്കിലും ജ്യോതിശാസ്ത്രജ്ഞർ അവരുടെ നിരീക്ഷണങ്ങൾ കൂടുതലായി മെച്ചപ്പെടുത്തുന്നതിനനുസരിച്ച് ഇതിൽ ചില കണ്ടെത്തലുകൾ ഇപ്പോഴും തർക്ക വിഷയമായിട്ട് തുടരുന്നതായി കാണാം. ആ ഒരു അനിശ്ചിതത്വമാണ് സത്യത്തിൽ ഒരു കൃത്യമായ ഉത്തരത്തേക്കാൾ കൂടുതൽ രസകരമായിട്ട് നിൽക്കുന്നത്. ഇനി പേടകത്തിൻ്റെ കാര്യം എടുക്കാം. പേടകം സ്വയം കറങ്ങിക്കൊണ്ടിരിക്കുന്ന സീനുകൾ കാണിക്കുന്നുണ്ട്. കറങ്ങാത്ത സീനുകളുണ്ട്. കറങ്ങാൻ വേണ്ടി പ്രത്യേകം കോൺഫിഗറേഷനിലേക്ക് പോകുന്ന സീനും കാണിക്കുന്നുണ്ട്. അത് കറങ്ങുന്നതിലൂടെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. അതിനുള്ളിലെ എല്ലാ വസ്തുക്കൾക്കും ഗുരുത്വാകർഷണത്തിന് സമാനമായ ഒരു ഔട്ട്വേർഡ് ഫോഴ്സാണ് കിട്ടുക. ഒരുപാട് വർഷങ്ങളായി എഞ്ചിനീയർമാർ ഈ ആശയത്തെക്കുറിച്ച് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സിനിമയിലെ ഏറ്റവും സയൻറ്റിഫിക് ആയിട്ടുള്ളൊരു എഞ്ചിനീയറിംഗ് ആശയങ്ങളിൽ ഒന്നാണിത്. ഇനി റോക്കിയെക്കുറിച്ച് പറയാം. ഭൂമിക്ക് പുറത്ത് ഏലിയൻസ് ജീവനുള്ളതായി സ്ഥിരീകരിക്കപ്പെട്ട ഉദാഹരണങ്ങൾ നമുക്കൊന്നുമില്ല. അതുകൊണ്ട് തന്നെ സയൻസ് ഫിക്ഷനുകളിലെ എല്ലാ അന്യഗ്രഹ ജീവികളും വെറും ഇമാജിനേഷൻ മാത്രമാണ്. അത് ഞാൻ പറയേണ്ട കാര്യമില്ല. റോക്കി കൂടുതൽ രസകരമാക്കുന്നത് അവൻ യഥാർത്ഥമാണ് എന്ന് സിനിമയിൽ പറയുന്നത് കൊണ്ടല്ല, പക്ഷേ ഒരു കോസ്റ്റ്യൂം ഇട്ട മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ഹ്യൂമനോയിഡ് ഏലിയൻസ് എന്നതിലുപരി ഒരു അന്യഗ്രഹ ജീവിയുടെ ജീവശാസ്ത്രം മനുഷ്യരിൽ നിന്നും തികച്ചും വ്യത്യസ്തമായി. ഭൂമിയിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റാത്ത ഒരു ജീവികളുമായിട്ടും സാമ്യതയില്ലാത്ത രീതിയിൽ മനഃപൂർവ്വം സ്ട്രെയിഞ്ച് ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. വ്യത്യസ്തമായ ഇന്ദ്രിയ അനുഭവങ്ങൾ, വ്യത്യസ്തമായ കെമിസ്ട്രി, വ്യത്യസ്തമായ ശരീരഘടന, അവരുടെ ആശയവിനിമയ രീതി തന്നെ വളരെ വ്യത്യസ്തമായ രീതിയിലാണ്.
അങ്ങനെയൊക്കെ ചിന്തിച്ചെടുത്ത് ഇങ്ങനെ ഒരു സിനിമ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ചില്ലറ ഇമാജിനേഷൻ ഒന്നും പോരാ. സിനിമ കാണുന്നവരെ തിയേറ്ററിൽ കരയിപ്പിക്കാൻ റോക്കിക്ക് സാധിക്കുന്നുണ്ട്. നമുക്ക് ഒരിക്കലും റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു ജീവി. ഇപ്പം ഭൂമിയിൽ ഏതെങ്കിലും ഒരു ജീവിയെ നിങ്ങൾ എടുത്തോ, ഏതെങ്കിലും ജീവി ആയിക്കോട്ടെ, വവ്വാലോ നായയാണെങ്കിൽ നമുക്ക് ഇമോഷൻ ആൾറെഡി വരും, പൂച്ചയോ പോട്ടെ. ചെറിയ ലെവലിൽ പോയി ഒരു മത്സ്യത്തിൻ്റെ ഒരു അനിമേറ്റഡ് മൂവി നമുക്ക് ഉണ്ടാക്കിയാൽ പോലും ആ മത്സ്യത്തിൻ്റെ ആ ഒരു ഫെമിലാരിറ്റി വെച്ച് നമുക്ക് ഇമോഷൻസ് ഉണ്ടാക്കാൻ കഴിയും, നമുക്ക് സാഡ് ആവാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത, അതിന് തലയുണ്ടോ, കൈയുണ്ടോ, കാലുണ്ടോ, അതിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരിറ്റ റിലേറ്റബിലിറ്റി പോലും ഇല്ലാത്ത ഒരു ജീവിയെ അവിടെ അവതരിപ്പിക്കുകയും ആ ജീവിയുടെ ജീവൻ വെച്ച് അല്ലെങ്കിൽ ആ ജീവിയുടെ പ്രത്യേകതകൾ വെച്ച് കാഴ്ചക്കാരെ കരയിക്കുകയും ചെയ്യാനുള്ളൊരു കഴിവ് ഞാൻ കറിഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കഴിവ് ആ സിനിമയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇവിടെയാണ് ഗ്രേസിൻ്റെ ശാസ്ത്രീയമായ അന്വേഷണങ്ങളും പരീക്ഷണങ്ങളും വിജയം കാണുന്നത്. തനിക്ക് മനസ്സിലാകാത്ത എന്തോ ഒന്നാണ് അയാൾ നിരീക്ഷിക്കുന്നത്. എന്നിട്ട് അയാളൊരു ഹൈപ്പോത്തിസിസ് ഉണ്ടാക്കുന്നു, പരീക്ഷണം ഡിസൈൻ ചെയ്യുന്നു, പരാജയപ്പെടുന്നു, വീണ്ടും തിരുത്തുന്നു. അതാണ് സയൻസ്. സിനിമകളിൽ കാണിക്കുന്ന പോലെ ബോർഡിലേക്ക് നോക്കി നിൽക്കുമ്പോൾ പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന വെളിപാടുകളല്ല ശാസ്ത്രം. അയാൾ പലതരത്തിലൂടെ റോക്കിയുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാനും റോക്കിയെ മനസ്സിലാക്കിയെടുക്കാനും അവരുടെ കോമൺ ഐഡിയാസ് ഡെവലപ്പ് ചെയ്യാനും അതിനായിട്ടൊരു ലാംഗ്വേജ് ഉണ്ടാക്കാനും അവർ പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തൊരു പ്ലാനിലൂടെ രണ്ടുപേർക്കും വേണ്ടി ടൗ സിറ്റിയിൽ നിന്ന് സൊല്യൂഷൻ ഉണ്ടാക്കാനും അതിൻ്റെ അന്തരീക്ഷത്തിൽ ഇറങ്ങാനുമുള്ള പ്ലാൻ എല്ലാം ചെയ്യുന്നുണ്ട്. പ്രോജക്റ്റ് ഹെയിൽ മേരിയുടെ യഥാർത്ഥ വിജയം എന്ന് പറയുന്ന ആ കമ്പൈൻഡ് വർക്കാണ്. അതായത് ആ സിനിമയുടെ കൊണ്ടുവരാനുള്ളൊരു ശ്രമം, ആ സിനിമയിലെ ഏലിയൻസിനെ എങ്ങനെ അവതരിപ്പിച്ചിരിക്കുന്നു, ആ ഏലിയൻസിനെ നമുക്ക് എങ്ങനെ നമ്മുടെ ഒരു കോമൺ നോളജിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാം, ഒരു ഇമോഷൻ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം, സിനിമയ്ക്കകത്ത് അവർ തമ്മിലുള്ള കെമിസ്ട്രി എങ്ങനെ വർക്ക് ചെയ്യുന്നു, ആ സിനിമയിൽ പറയുന്ന കാര്യത്തിൽ അവർ അച്ചീവബിൾ ആയിട്ടുള്ളൊരു സക്സസ് എങ്ങനെ നേടുന്നു, അങ്ങനെ പലതും ആ സയൻസ് ഫിക്ഷൻ സിനിമയിലുണ്ട്. ഇതൊരിക്കലും നമ്മളോട് വിശ്വസിക്കാൻ ആവശ്യപ്പെടുന്നില്ല. ശാസ്ത്രം എവിടെ അവസാനിക്കുന്നുവെന്നും ഇമാജിനേഷൻസ് എവിടെ തുടങ്ങുന്നുവെന്നും മനസ്സിലാക്കാനാണ് ഈ സിനിമ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ മികച്ച സയൻസ് ഫിക്ഷൻ സിനിമകൾ ചെയ്യേണ്ട രീതിയും ഇത് തന്നെയാണ്. സയൻസിനെ മാറ്റിമറിക്കുകയല്ല, കൂടുതൽ ശാസ്ത്രീയമായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കാൻ നമ്മളെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. അതിൻ്റെ അവസാനവും അന്യഗ്രഹ ജീവിയെ ഭൂമിയിലേക്ക് കൊണ്ടുവരികയല്ല, ആ ജീവിയെ രക്ഷിക്കാൻ ഒരു മിഷൻ്റെ ഭാഗമായി കണ്ടുമുട്ടിയ, തനിക്ക് എന്തായാലും തിരിച്ചു പോകാൻ കഴിയുമെന്ന് ഉറപ്പില്ലാത്ത ആ മിഷനിൽ വന്ന വ്യക്തി, തനിക്കിഷ്ടമില്ലാതെ വന്ന വ്യക്തി, അവസാനം തൻ്റെ മിഷനിൽ എവിടെയോ വെച്ച് കണ്ടുമുട്ടി കുറച്ചു നേരം സ്പെൻഡ് ചെയ്ത ആ ഒരു അന്യഗ്രഹ ജീവിക്ക്, യാതൊരു അറിവുമില്ലാത്ത അന്യഗ്രഹ ജീവിയെ രക്ഷിക്കാൻ ചെല്ലുകയും അതിനോടൊപ്പം അതിൻ്റെ ഗ്രഹത്തിൽ ചെല്ലുകയും പിന്നെ അവിടെ ജീവിക്കാനായിട്ട് തയ്യാറാവുകയും ചെയ്യുന്ന വളരെ വിചിത്രമായിട്ടുള്ളൊരു ഐഡിയ. അത് മനുഷ്യൻ്റെ കഴിവിൻ്റെ പരമാവധിയാണ് കാണിക്കുന്നതെങ്കിലും ഒരു സാധാരണ സയൻസ് ഫിക്ഷൻ സിനിമയിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ളൊരു അവതരണമാണ്. സിനിമയുടെ അവസാനം ഭൂമിയിൽ ഇതിൻ്റെ സാമ്പിളുകൾ കിട്ടുകയും അവർക്ക് ഈ ആസ്ട്രോഫേജിനെ തുരത്താനുള്ള സൊല്യൂഷൻ അതിൽ നിന്ന് എക്സ്ട്രാക്ട് ചെയ്തെടുക്കാൻ സാധിക്കുകയും ഭൂമിയെ രക്ഷിക്കാൻ പോവുകയും ചെയ്യുന്നു എന്നുള്ള സൂചനയും തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഒരു വല്ലാത്ത ബന്ധവും വല്ലാത്ത സയൻസും ഒക്കെയാണ് ഹെയിൽ മേരിക്കുള്ളത്. അത് കണ്ട പലരും അന്ന് ഒരുപാട് റിവ്യൂ ഇടുകയൊക്കെ ചെയ്തിരുന്നു. ഞാനും ആ സിനിമ അങ്ങനെ തന്നെയാണ് പോയി കണ്ടത്. പക്ഷേ നിങ്ങളോട് സംസാരിക്കണമെന്ന് തോന്നി. അപ്പോൾ എന്തായാലും വീഡിയോ കണ്ടതിന് നന്ദി.